തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം കൈക്കൊണ്ടതായ നമ്മൾ ആലിമീങ്ങളെ കാണുമ്പോൾ, മുതഅല്ലിമീങ്ങളെ കാണുമ്പോൾ, സയ്യിദന്മാരെ കാണുമ്പോൾ നമ്മൾ ആദരസൂചകമായി എണീറ്റ് നിൽക്കുന്നത് അറിവുള്ളവരെ ബഹുമാനിക്കണം. ഇത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൂമൂ ലി സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് വേണ്ടി നിങ്ങൾ എണീറ്റ് നിൽക്കണേ. തീർന്നില്ല. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ സംഭവിച്ച സംഭവ വികാസങ്ങളോ وَمَهْتَزَّ عَرْشُ اللَّهِ مِنْ أَجْلِ خَالِقِهِ سَمِعْنَا بِهِ إِلَّا لِسَعْدٍ أَبَامْرِي. ഈ ലോകത്തുള്ള സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഒരാൾ മരിച്ചപ്പോൾ പോലും സംഭവിക്കാത്ത ഒരു സംഭവ വികാസം മഹാനാകുന്ന സഅദ് ബിൻ മുആദ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ഉണ്ടായത്രേ. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ അർശുണ്ടല്ലോ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവിന്റെ അർശുണ്ടല്ലോ, ആ അർശിന് പോലും കുലുക്കം സംഭവിച്ചുവത്രേ, ആ അർശിന് പോലും കുലുക്കം സംഭവിച്ചുവത്രേ. اهتز عرش الله من أجل خالقه سمعنا به إلا لسعد أبا عمري. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോ ആകാശം തേങ്ങിക്കരയുകയാണ്, ഭൂമി പൊട്ടിപ്പിളരുന്നത് പോലെ വല്ലാത്ത അട്ടഹാസമുണ്ടാക്കി. അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിയത്രേ. അത്രത്തോളം അർശ് പോലും കുലുങ്ങാൻ മാത്രമുള്ളതായ അമലിന്റെ ആൾരൂപമാകുന്നതായ പ്രവാചകന്റെ തിരുസിന്നത്തുകൾ മുഴുവനും അനുധാവനം ചെയ്തു നടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അനുയായിയെ കൊണ്ട് ഖബറിലേക്ക് പോവുകയാണ്. ഖബറിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. ഖബറിനകത്തേക്ക് വെച്ച് മൂടുകല്ല് വെച്ചിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ കേട്ടുപോയി. എത്രേ വല്ലാത്തൊരു ശബ്ദം, വല്ലാത്തൊരു ചകിടപ്പിക്കുന്ന ശബ്ദം, വാരികല്ലുകളെ കോർക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദം. ഖബറുകൾ രണ്ട് ഭാഗങ്ങളിൽ നിന്നും പാർശ്വങ്ങൾ തമ്മിൽ ഇങ്ങോട്ട് അകന്നു ചെന്ന് ചേരുന്ന ശബ്ദം, ശരീരത്തിലേക്ക് ആഞ്ഞുപതിക്കുന്ന ശബ്ദം അല്ലാഹുവിന്റെ റസൂൽ കേട്ടുപോയി എന്ന് ഹബീബ് റസൂലുള്ളാഹി സഹാബത്തിനോട്. അതുകൊണ്ട് തന്നെയാ പ്രവാചകൻ പറഞ്ഞത്, ഖബറിനകത്ത് നിന്നുള്ളതായ ശിക്ഷയിൽ നിന്ന്, അതിനകത്ത് നിന്നുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, അതിനകത്ത് നടക്കുന്നതായ ഇടുക്കത്തിൽ നിന്ന്, അതിനകത്ത് നടക്കുന്ന പ്രയാസത്തിൽ നിന്ന്, നൊമ്പരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു. എന്നാൽ ആ ഖബറിനകത്തുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ട്. ആരും രക്ഷപ്പെടൂല, സഅദ് ബിൻ മുആദ് ഒഴികെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് ഒരാൾ രക്ഷപ്പെട്ടു. ആരാണതെന്നറിയുമോ? അത് മറ്റാരുമല്ല, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമയല്ല, മറിച്ച് അസദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനായ അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മ. ആ പോറ്റുമ്മയായിരുന്നു അത്രേ ഖബറിനകത്തുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്. മനുഷ്യന്റെ മൂന്നാമത്തെ ഘട്ടത്തെ കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഉമ്മ രക്ഷപ്പെട്ടത്? ആ ഉമ്മ എങ്ങനെ രക്ഷപ്പെട്ടു? ആ ഉമ്മ ഖബറിനകത്തുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഉമ്മ ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിരിപ്പിലിരിക്കും, വിരിപ്പിൽ കിടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി കഴിഞ്ഞാൽ ആ വിരിപ്പെടുത്ത് മടക്കി സൂക്ഷിച്ചു വെക്കുകയും ആ വിരിപ്പിൽ ചുംബിക്കുകയും
ആ പ്രവാചകർക്ക് വേണ്ടി സ്വലാത്തുകൾ ധാരാളമായി ചെല്ലുകയും, പ്രവാചകർക്ക് വേണ്ടി എന്ന് ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത പ്രേമം, അനുരാഗം വെച്ചുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ജീവിതകാലത്ത് തന്നെ ചൊല്ലിത്തീർത്ത മഹദിയത്രേ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല. ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും പഠനവിധേയമാക്കേണ്ടതും അത് തന്നെയാണ്. ഖബറിനകത്തുള്ള ശിക്ഷയിൽ നിന്ന്, അതിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ. അതൊരു വനിതയാണ്, അതൊരു മഹദിയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കട്ടെ. എന്താണ് അവർ രക്ഷപ്പെടാനുള്ള കാരണം? മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗം വെച്ച് പുലർത്തിയതിന്റെ പേരിലാണ്. സ്നേഹിച്ചുവെന്ന് മാത്രമല്ല, ജീവിത കാലഘട്ടത്തിൽ സ്വലാത്ത് ചൊല്ലിയതിന് കണക്കില്ല, കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി തീർത്തു അത്രേ. അങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 അവസാനം അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ നമസ്കരിച്ച് കണ്ടിരിക്കുമ്പോ, നമസ്കരിച്ച് സലാം വീട്ടി ഇശാ നമസ്കാരം കഴിഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോടൊപ്പം സംസാരിച്ചുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ ഒരു സഹാബി വര്യം വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ പ്രിയപ്പെട്ട പോറ്റുമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ കണ്ണങ്ങ് നിറഞ്ഞുപോയി. പ്രവാചകന്റെ മുഖമങ്ങ് വിവരണമായി. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് എണീക്കുകയാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം തന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ആമിന ബീവി ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മഹദിയ. അതിനുശേഷം തനിക്ക് പോറ്റുമ്മയായി കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയുണ്ടല്ലോ, ഫാത്തിമ ബിൻത് അസദ് ഉണ്ടല്ലോ, അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞല്ലോ എന്ന് ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. സഹാബത്തെ കിറാമിനോടൊപ്പം പ്രവാചക പൊങ്കവൻ മുന്നിലായിട്ട് ആ മഹദിയുടെ വീട് ലക്ഷ്യമായി നടക്കുകയാ. ചെന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുകയാ. നേരം വെളുത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നേരം സുബഹിയോടടുക്കുന്ന സമയത്ത് ആ ഉമ്മയുടെ ജനാസ കണ്ടുകൊണ്ടെന്ന് രാത്രിയിൽ തന്നെ മറവാടുകയാ. രാത്രിയിൽ മറവാടണമെന്ന് ഉമ്മയുടെ വസിയ്യത്തുള്ളത് കൊണ്ട് തന്നെ രാത്രിയിൽ തന്നെ മറവാടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവരികയാ. കഫംപുട പൊതിയുന്ന സമയത്ത് ലോകത്തിന്റെ നായകൻ ആ റൂമിന്റെ ഭാഗത്തേക്ക് ചെന്ന് അകത്തു നിന്ന് വിളിക്കുന്ന ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. എന്താണ് കൊടുത്തതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് സ്പർശിച്ചിരുന്ന ലോകത്തിന്റെ നായകൻ അണിഞ്ഞിരുന്ന ഒരു ഖമീസ് നീളക്കുപ്പായം ഊരിയിട്ട് ആ ഉമ്മയ്ക്ക് ധരിപ്പിക്കാൻ പറയുകയാ. തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീരത്തിലേക്ക് ആദ്യമായിടേണ്ടത് ഈ ഖമീസാണെന്ന് ലോകത്തിന്റെ നായകൻ പറയുകയാ. അതിനുശേഷം 3 തുണി ചുറ്റിയിട്ട് ആ ഉമ്മയെ കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകനാകുന്ന അലിയാരെ വിളിക്കുകയാ. ഉമ്മയുടെ വലതു ഭാഗത്ത് പിടിക്കാൻ പറയുകയാ. ലോകത്തിന്റെ നായകൻ ഇടതു ഭാഗത്ത് പിടിക്കുന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ ഒരു ഭാഗത്ത്, അബൂദറുൽ ഗിഫാരി തങ്ങൾ മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോവുകയാണ്. ഖബറിനെ കൊണ്ടുപോവുകയാണ്, ജനാസയെ കൊണ്ടുപോവുകയാണ്. ഖബറിലേക്ക് മറമാടാൻ വേണ്ടി ജന്നത്തുൽ ബഖീ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് ലോകത്തിന്റെ നായകനോടൊപ്പം 10,000കണക്കിന് സഹാബത്തെ കിറാം ഒരു വിലാപയാത്ര നടത്തുകയാ. ഇതെന്തിന്റെ വിലാപയാത്രയാ? ഇത് ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന പോറ്റുമ്മ. ആ പോറ്റുമ്മ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോഴുള്ള ഒരു വല്ലാത്ത യാത്രയാണ്. നൊമ്പരത്തിന്റെ യാത്രയാണ്, വിരഹത്തിന്റെ യാത്രയാണ്. ദുഃഖം ഘനീഭവിച്ച മുഹൂർത്തവുമായി സഹാബത്തെ കിറാമ തലകുനിച്ചുകൊണ്ട് നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഖബറിനടി സമീപത്തെത്തി ജനാസ വെക്കാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ജനാസയുടെ മുമ്പും പിമ്പും വല്ലാതെ മാറി നടക്കുന്നു. ലോകത്തിന്റെ നായകൻ ആ ഖബറിനകത്തേക്ക് ഇറങ്ങുകയാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. റസൂൽ പ്രഭാഷണങ്ങൾ ഒരുപാട് കേട്ടുകൊണ്ട് നമ്മുടെ കർണപുടങ്ങൾ അടഞ്ഞതാണ്. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു
മകൻ നമുക്കുണ്ടോ? ഒരു മകൻ നമുക്കുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചപ്പോ ആ പ്രവാചകനോടുള്ള സ്നേഹം വെച്ചെന്ന് മാത്രമല്ല, ആ പ്രവാചകനെ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സലാത്തുകൾ കോടിക്കണക്കിന് ചൊല്ലിയതിന്റെ പേരിൽ സ്വന്തം അമ്മയാകുന്ന പോത്തുമ്മയ്ക്ക് ലോകത്തിന്റെ നായകൻ അവിടുന്ന് നടന്നിരുന്ന ശിരസിൽ പതിച്ചിരുന്ന കമീസൂരി കൊടുത്തെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂല് ഖബറിന്റെ ഓരത്ത് വന്നിട്ട് ആ ഖബറിനകത്തേക്ക് ഇറങ്ങുകയാ. ലോകത്തിന്റെ നായകൻ ഖബറിനകത്തേക്ക് ഇറങ്ങുകയാ. ആരാണ് സഹോദര ഖബറിനകത്തേക്ക് ഇറങ്ങിയത്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായിട്ട് തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞു നിന്ന് ലോകത്ത് വരാനിരിക്കുന്ന മാനവരാശികൾക്ക് മുഴുവനും മാർഗദർശനം കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചക പൊങ്കവനാണ് ഖബറിനകത്തേക്ക് ഇറങ്ങുന്നത്, ഖബറിനകത്തേക്ക് ഇറങ്ങുന്നത്. ഇതുപോലൊരു അവസ്ഥ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നമുക്ക് കിട്ടുമോ? നമ്മളെ ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോ നമ്മുടെ മക്കളെവിടെയാ? വീടി വലിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന അവസ്ഥ, കഞ്ചാവ് വെച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുന്നൊരവസ്ഥ, മോശപ്പെട്ട അവസ്ഥ, ദുരവസ്ഥ, ഒരു വല്ലാത്തൊരവസ്ഥ വിശേഷത്തിലേക്കല്ലോ ഇന്നത്തെ മക്കൾ പോയത്. ആരെയെങ്കിലും തീ പഠിക്കാൻ വിട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലോ, ഈ ലോകത്ത് ഏറ്റവും വലിയ അത്യുത്കൃഷ്ടനാരാ? ഈ ലോകത്ത് ഏറ്റവും വലിയ മഹോന്നതനാരാ? MBBS പഠിച്ചവനാണ്, സിവിൽ എഞ്ചിനീയർ പാസ്സായവനാണ്. മോനെ നീ ചിന്തിച്ചു നോക്ക് മോനെ, ലോകത്തിൽ ഏറ്റവും വലിയ അത്യുത്കൃഷ്ടനാരാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആൻ, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവനവല്ലാൻ ഈ ലോകത്ത് ഒരാളുമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്കിന്ന് ശാസ്ത്രത്തിന്റെ വിലയാണ് വലുത്, ശാസ്ത്രത്തിന്റെ വാക്കാണ് വലുത്. ശാസ്ത്രം എന്ത് പറയുന്നു അതിന്റെ പിന്നാലെ പരക്കം പായുകയാണെങ്കിൽ മോനെ പഠിച്ചു വെക്ക്. ശാസ്ത്രം പോകുന്നത് ആ പ്രവാചകന്റെ വരൽ തുമ്പിലൂടെയാ. ആ പ്രവാചകൻ എവിടേക്ക് വിരൽ ചൂണ്ടിയോ, ആ പ്രവാചകൻ എവിടേക്ക് നാവ് ചലിപ്പിച്ചോ, ആ പ്രവാചകന്റെ അതരങ്ങളിൽ നിന്ന് വീഴുന്ന മൊഴിമുത്തുകളെ പറക്കിയെടുക്കാൻ ഇന്ന് ശാസ്ത്രലോകം വരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് മുസ്ലിം സമൂഹമേ ഖേദിക്കുക, നീ ദുഃഖിക്കുക. നിനക്ക് ഏറ്റവും വലുത് ശാസ്ത്രത്തിന്റെ വചനങ്ങളാണ്. ശാസ്ത്രമെന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രമെന്ന് പറയുന്നത് ഇന്ന് സർവ്വ നിരീക്ഷണങ്ങളും പരിവേഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നത് ആ മുത്തുനബി എന്ന് പറയുന്ന മദീനയുടെ ഹുബ്ബെ ഖദറാഇന്റെ ചുവട്ടിൽ കിടക്കുന്ന പ്രവാചക പൊങ്കവന്റെ അതരത്തിൽ നിന്ന്, പ്രവാചകന്റെ എഴുത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ആ പ്രവാചക പൊങ്കവൻ പറഞ്ഞിട്ട് പോയി, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും അത്യുത്കൃഷ്ടൻ അത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. മൻ തഅല്ലമൽ ഖുർആൻ വഅമില ബിമാ ഫീഹി ഉൽബിസ വാലിദഹു താജൻ യൗമൽ ഖിയാമ. പഠിച്ചു വെച്ച ഉമ്മമാരെ, പഠിച്ചു വെച്ച ഉപ്പമാരെ, ഒരു മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയുകയാ. എങ്ങനത്തെ മനുഷ്യനാണ് അവൻ? തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് മോനെ ഇങ്ങുവാ, മദ്രസയിലേക്ക് പോ, +2 വരെ നീ പഠിച്ചാൽ പോരാ, നീ ഹിഫ്ളിന് പോ, നീ ആലിമാകുമോ മോനെ, നീ ഖുർആൻ പഠിക്കുമോനെ, നീ ഹദീസ് മനപ്പാഠമാക്കുമോനെ, നീ അല്ലാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ ആലിമീങ്ങളുടെ പട്ടികയിൽ നീ പെടുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മകനെ എങ്ങാനും ഖുർആൻ പഠിപ്പിക്കാനും പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കാനും ദീനീ ലോകത്ത് നിലനിൽക്കണമെന്നുള്ള അടങ്ങാത്ത അനുഗ്രഹത്തിന്റെ പേരിൽ ഒരു മകനെ എങ്ങാനും പറഞ്ഞു വിടുകയും ചെയ്താൽ ആ മനുഷ്യൻ പോയി വിജ്ഞാനം പഠിച്ചുവെന്ന് മാത്രമല്ല, ആ മകൻ പോയി വിജ്ഞാനം നുകർന്നെന്ന് മാത്രമല്ല, ഖുർആൻ പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ
അവന്റെ പിതാവിനെയും അവന്റെ മാതാവിനെയും, മറ്റൊരു റിവായത്തിൽ അവന്റെ ഉമ്മയെയും ഉണ്ട്, അവന്റെ ഉപ്പയെയും ഉമ്മയെയും ധരിപ്പിക്കുമത്രേ താജൻ യൗമൽ ഖിയാമ. നാളെ മഹ്ശറാ സഭയിലെത്തുമ്പോ സർവരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് നിൽക്കുന്ന വേളയിൽ ചിലർ അരവര വിയർപ്പില്, ചിലർ മുട്ടുവര വിയർപ്പില്, ചിലർ തോളുവര വിയർപ്പില്, ചിലർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് പടച്ചറപ്പേ നഫ്സി നഫ്സി, എന്റെ ശരീരമേ എന്റെ ആത്മാവ് എന്ന് വിലപിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വേളയിൽ അതാ ഒരു കിരീടവുമായി ഒരു മലക്ക് വരികയാ, ഒരു കിരീടവുമായി മലക്ക് വരികയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുകയാ, സൂര്യന്റെ പ്രഭയുണ്ടല്ലോ, അതിന്റെ പ്രകാശമുണ്ടല്ലോ, അതിന്റെ പ്രകാശത്തിന്റെ കിരണങ്ങളുണ്ടല്ലോ. കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യന്റെ പ്രഭ നേരം വെളുക്കുമ്പോൾ കടന്നു വരുന്നപ്പോൾ തന്നെ ലോകം മുഴുവനും അതിന്റെ പ്രഭ കൊണ്ട് നിറഞ്ഞെങ്കിൽ സഹോദര, അതിനേക്കാൾ വലിയ പ്രഭയാണ് ആ കിരീടത്തിലുള്ളത്. ആ കിരീടം കൊണ്ടുവന്ന് വിജ്ഞാനം പഠിക്കാൻ തന്റെ മകനെ പറഞ്ഞയച്ച മാതാപിതാക്കളുടെ തലയിലേക്ക് അത് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാ നമുക്കിന്ന് വിലയില്ലാത്ത വചനം, എന്നാൽ ശാസ്ത്രത്തിന് വിലയുള്ള വചനം. നമുക്കിന്ന് പാഠം ഉൾക്കൊള്ളാത്ത വചനം, എന്നാൽ ശാസ്ത്രം ഗവേഷണം നടത്താൻ താല്പര്യത്തോടുകൂടി നിൽക്കുന്ന വചനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയത്രേ. ആ മാതാപിതാക്കളെ മഹ്ശറയിലെത്തുമ്പോ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആ മക്കളെ വിളിച്ചുകൊണ്ട്, മാതാപിതാക്കളെ വിളിച്ചിട്ട് അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് നല്ല സ്വർണ്ണത്താലുള്ള ഒരു കിരീടം, മുത്തുമരുതക മാണിക്യത്താലുള്ള ഒരു കിരീടം മാതാപിതാക്കൾ കണിയിപ്പിച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് അവസാനിപ്പിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എനിക്ക് പറയാൻ അറിയില്ല ഫമാ വന്നുകും ബിഹി, നിങ്ങളുടെ ഭാവന എന്താണ്, നിങ്ങളുടെ അറിവെന്താണ്, നിങ്ങളുടെ വീട്ടിൽ ഒരാളങ്ങനെ ഉണ്ടാകുന്നതിനെ പറ്റി നിങ്ങളുടെ ഭാവന എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് നിർത്തുകയാ. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട്, എന്റെ ചെറുപ്പക്കാരോട്, എന്റെ മക്കളോട്, എന്റെ മാതാപിതാക്കളോട്, സർവരോടുമായി ചോദിക്കുകയാണ്. നമ്മൾക്ക് 10 മക്കളുണ്ട്, 7 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ടെന്നൊക്കെ പറയുമ്പോ ഒരു മകനെയെങ്കിലും ഒരു മകളെയെങ്കിലും അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന വ്യക്തികളായിട്ട്, പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായിട്ട് എന്തുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടുകൂടാ? نفر من كل فرقة طائفة ليتفقهوا في الدين. അല്ലാഹു ഖുർആനിലൂടെ ചോദിച്ചല്ലോ, എന്തുകൊണ്ട് ഓരോരോ സംഘങ്ങളായിട്ട് ഓരോ നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി പരിശുദ്ധമായ ദീനിന്റെ വക്താക്കളായിട്ട് എന്തുകൊണ്ടൊരു 10 പേരെങ്കിലും പോയില്ല? ഒരു സംഘം ആളുകൾ പോയില്ല. പഠിക്കണ്ടയോ അവര്? ദീൻ പഠിക്കണ്ടയോ? ഇത് നാളെ ഈ ദീൻ ഇവിടെ നിലനിൽക്കണ്ടയോ? പഠിച്ചതിന്റെ പേരില്, മക്കളെ പഠിപ്പിച്ചതിന്റെ പേരില് ഇതാ ഒരു മകൻ ഖബറിലേക്ക് ഇറങ്ങുകയാ. ആ മകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരുന്ന ഉമ്മയാ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. ആ ഉമ്മക്കതാ കൊടുക്കുന്ന പ്രവാചക പുങ്കവൻ അവിടുത്തെ പ്രിയപ്പെട്ട ശരീരത്തിലേക്ക് കടന്നിരുന്ന കമീസ് അത് ധരിപ്പിച്ചിട്ട് ആ ഉമ്മയെ കൊണ്ടുവന്ന് കഫംപുട കൊണ്ടുവന്നിട്ട് ആ ഉമ്മയെ ജനാസ കൊണ്ടുവന്ന് അടക്കി കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരുമ്പോ ഖബറിന്റെ ഓരത്ത് വെച്ചിട്ട് ലോകത്തിന്റെ നായകർ ആ ഖബറിലേക്ക് ഇറങ്ങിയത്രേ. ഖബറിൽ ഇറങ്ങിയെന്ന് മാത്രമല്ല സഹോദര, ഖബറിലങ്ങ് ഇരുന്നു. ഖബറിൽ ഇരുന്നെന്ന് മാത്രമല്ല, ഖബറിലങ്ങ് കടന്നെന്ന് മാത്രമല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഖബറിലങ്ങ് പ്രവാചക പുങ്കവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയുടെ ഖബറിനകത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. ലോകത്ത് ഒരു പേരുണ്ടോ? ഒരു
മകനുണ്ടോ ഇതുപോലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ? നമ്മുടെ ഖബറിനകത്ത് ഏതെങ്കിലും ഒരു മക്കൾ ഇറങ്ങിയതായിട്ട് ഇല്ലെങ്കിൽ ഇറങ്ങുമെന്ന് വിശ്വാസമുള്ള ഒരു തന്തയുണ്ടോ പിള്ളയുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ നമ്മൾ മരിച്ചാല് ശാപ്പാടടിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളല്ലയോ ഈ മക്കള്? ആണ്ടിനും സംക്രാന്തിക്കും വന്നുകൊണ്ട് ഒരു സിയാറത്ത് നടത്തിയത് കൊണ്ട് മാത്രം നമ്മുടെ കടമ വീഴുമോ? വാപ്പയ്ക്ക് വേണ്ടി ഖുർആൻ ഓതാൻ, ഉമ്മയ്ക്ക് വേണ്ടി യാസീൻ ഓതാൻ, ഉപ്പയ്ക്ക് വേണ്ടി തബാറക ഓതാൻ. വാപ്പ മരണപ്പെട്ടു പോയിട്ട് എത്ര ദിവസമായി, ഉമ്മ മരണപ്പെട്ടു പോയിട്ട് എത്ര ദിവസമായി? എത്ര ആളുകൾ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്? എത്ര മക്കൾ വന്ന് സിയാറത്ത് കൊണ്ട് ആ സദസ്സിനെ ധന്യമാക്കുന്നുണ്ട്, ഉമ്മയെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കുകയാണ് ഉമ്മമാരെ, ലജ്ജയുണ്ട് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ കൊണ്ട്. ഈ വാലിന്റെ മജ്‌ലിസ് തുടങ്ങുമ്പോൾ തന്നെ കുറെ കൊച്ചുകുട്ടികൾ അപ്പുറം നിന്ന് ഒച്ചയിടുകയാ. ഞാൻ ചോദിക്കട്ടെ, ഒച്ചയിടുന്ന മക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, മോനെ, നിന്റെ ജീവിതത്തിലെങ്കിലും അല്പനേരമെങ്കിലും ആ ഒച്ച വെച്ചിട്ട് നീ നിന്റെ ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് പോയിരുന്ന് ഓതിയിട്ടുണ്ടോ? വേണ്ട. നീ മദ്രസയിൽ പഠിച്ച കിതാബ് എടുത്ത് വെച്ച് നിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ആ ഒച്ച വെച്ചിട്ട് നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് നിനക്ക് മറുപടിയെങ്കിൽ നാളെ മഹ്ശറയിലെത്തുമ്പോ, പടച്ചറപ്പിന്റെ സന്നിധിയിലെത്തുമ്പോ നിന്റെ കാര്യം വല്ലാത്തൊരവസ്ഥയാ. ലോകത്തിന്റെ നായകൻ വിജ്ഞാനം പഠിച്ചു, അത് പഠിച്ചെന്ന് മാത്രമല്ല അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു. തന്റെ പ്രിയപ്പെട്ട ഉമ്മ, തനിക്ക് വേണ്ടി സർവ്വതും നൽകിയ ഉമ്മ, തനിക്ക് നൊമ്പരം വരുമ്പോ തന്റെ നൊമ്പരം അകറ്റാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന പോറ്റുമ്മയാകുന്ന ഫാത്തിമ ബിൻത് അസദിന്റെ ഖബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. ആ ഖബറിനകത്ത് തിരിഞ്ഞും മറിഞ്ഞും കടന്നിട്ട് ലോകത്തിന്റെ നായകൻ ഖബറിൽ നിന്നുകൊണ്ട് കൈയുയർത്തിക്കൊണ്ട് ആകാശത്തിന്റെ അധിപനിലേക്ക് കൈയുയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാർത്ഥന അങ്ങ് കൊടുത്തുപോയി. അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മി ബഅദ ഉമ്മി. ചിന്തിക്കൂ സഹോദര, ശ്രദ്ധ കൊടുക്കൂ സഹോദര. അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മി ബഅദ ഉമ്മി بحق نبيك والأنبياء الذين من قبلي. അല്ലാഹുവേ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. ഒരു ഉമ്മയ്ക്ക് വേണ്ടി മകൻ ഖബറിനകത്തിറങ്ങി ആ ഖബറിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം സ്പർശിച്ചതായ, പ്രവാചക പുങ്കവന്റെ ശരീരം സ്പർശിച്ചതായ ആ മണ്ണ് പിന്നെങ്ങനെ ആ ഖബറെടുക്കുക? ആ മണ്ണെങ്ങനെയാ പിന്നെങ്ങനെ ആ ഖബറിനെടുക്കാൻ തോന്നുക? ലോകത്തിന്റെ നായകൻ അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി വന്ന, എന്റെ ഉമ്മയാകുന്ന ആമിന ബീവിക്ക് ശേഷം എനിക്ക് പോറ്റുമ്മയായി വന്ന, എന്നെ സർവ്വതും നൽകി എനിക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ഫാത്തിമ ബിൻത് അസദിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. ബിഹഖി നബിക വൽഅൻബിയാഇ الذين من قبلي. നിന്റെ പ്രവാചകനാകുന്ന ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ടും അതിനു മുമ്പ് കഴിഞ്ഞുപോയ 1,24,000 പ്രവാചകന്മാരുടെ ഹക്കുകാക ബറക്കത്ത് കൊണ്ടും നീ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയാകുന്ന ഫാത്തിമയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ട് ലോകത്തിന്റെ നായകൻ ഖബറിന് മുകളിലേക്ക് കയറുകയാ. ജനാസ കൈകൊണ്ട് ഇറക്കി വെക്കുകയാ. അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരു അത്ഭുതമാ ഖബറിൽ സംഭവിക്കുന്നത്. പ്രകാശത്താലുള്ള കിരണങ്ങളാ. ലോകത്തിന്റെ നായകനല്ലോ ഇറങ്ങിയത്, അല്ലാഹുവിന്റെ റസൂലല്ലയോ കടന്നത്. അതുകൊണ്ട് തന്നെ ഖബറിയെടുക്കാൻ കൂട്ടാക്കുന്നില്ല, ഖബറിനെടുക്കാൻ കൂട്ടാക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, സ്നേഹിച്ചെന്ന് മാത്രമല്ല സലാത്തുകൾ കോടിക്കണക്കിന് ചൊല്ലി തീർത്തതിന്റെ പേരിൽ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറ് പ്രകാശത്താൽ വല്ലാതെ ശോഭിച്ചുവത്രേ, പ്രകാശത്താലുള്ള കിരണങ്ങൾ കൊണ്ട് തത്തിക്കളിച്ചുവത്രേ എന്ന് ഇമാം ഗഫാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു മകനെയെങ്കിലും അല്ലാഹുവിന്റെ
ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വിടണേ. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ആ മകൻ ഖബറിന്റെ ഓരത്ത് വന്നുകൊണ്ട് ദുആ ചെയ്യും. ആ മകൻ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് പ്രാർത്ഥന നടത്തും, യാസീനോതും, സൂറത്തുൽ വാഖിയോതും, ഖുർആൻ ഖതമാക്കും. അതിന്റെ കൂലി കാരണം നിന്റെ ഖബറിൽ നിനക്ക് സന്തോഷമാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാരോട്, എന്റെ ഉപ്പമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, രക്ഷകർത്താക്കളോട്, ഇതുവരെ നമ്മൾ ചെയ്ത സുഹൃതം കൊണ്ട്, ഇതുവരെ നമ്മൾ അവകാശപ്പെടുന്ന നന്മകൾ കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടുമോ, നരകം കിട്ടുമോ? നമുക്ക് നരകമാണെന്നാണ് നിങ്ങളുടെ വചനമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ഉമ്മ, ഒന്നും വേണ്ട, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരവസ്ഥ. ഒരു മകന് ദീൻ പഠിക്കാൻ വിടണേ. ഭൗതിക മേഖലകളിൽ എത്ര വലിയ പഠിത്തം നടത്തിയാലും ഉത്തുംഗ സോപാനത്തിലേക്ക് കൈപിടിച്ച് മകനെ നീ ആത്മീയമായ മേഖലയല്ലാതെ ഉയർത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല അവന്റെ പ്രാർത്ഥന കൊണ്ട്. കാരണം അവന് ഓതേണ്ടതറിയില്ല, അവന് പ്രാർത്ഥിക്കേണ്ട ശൈലിയും അറിയില്ല. അവർക്ക് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്നറിയില്ല, അവർക്ക് എങ്ങനെയാ ദുആ ചെയ്യേണ്ടതെന്നറിയില്ല. അതുകൊണ്ട് മക്കളെ ആത്മീയമായ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തണം. ഉയർത്തിയില്ല എങ്കിൽ വല്ലാത്ത അവസ്ഥയായിരിക്കും ഖബറിനകത്ത് നമുക്കുണ്ടാവുക. മൂന്നാമത്തെ അവസ്ഥയാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടത്. മൂന്നാമത്തെ അവസ്ഥ ആലമുൽ ബർസഖ്, ഖബർ ജീവിതം. ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താ? ബർസഖ് എന്ന് പറഞ്ഞാൽ ദുന്യവിയായ ജീവിതത്തിന്റെയും അഥവാ ഇഹലോക ജീവിതത്തിന്റെയും മഹ്ശറയ ജീവിതത്തിന്റെയും ഇടയിലുള്ള മറയാണല്ലോ നമുക്ക് ഈ ജീവിതം എന്ന് പറയുന്നത്, ഖബർ ജീവിതം. ആരോരും തുണയില്ലാത്ത ജീവിതം. ഒരാളുണ്ടാവൂല രക്ഷിക്കാൻ. നമ്മളിപ്പോ കരുതും എന്തെങ്കിലുമൊക്കെ നമ്മള് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതൊക്കെ വലിയ സംഭവമായിട്ട് നമ്മൾ കരുതും. പക്ഷെ നമുക്ക് ഒരുപാട് പോരായ്മകൾ നമ്മുടെ നമസ്കാരത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഇശാ നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിച്ചവർ എത്ര പേരുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, എത്ര പേർക്ക് കൈവെക്കാൻ സാധിക്കും? പോട്ടെ, ഇന്നത്തെ ദിവസം 5 വഖത്ത് നമസ്കാരം മുഴുവനും ജമാഅത്തായിട്ട് നിർവഹിച്ചവർ, ഇമാമിന്റെ വലതുഭാഗത്ത് ഒന്നാമത്തെ സഫിൽ തന്നെ സ്ഥാനം പിടിച്ചവർ എത്ര പേരുണ്ട്, എത്ര പുരുഷന്മാരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിൽ എത്ര പേർക്ക് കൈവെക്കാൻ സാധിക്കും? ഇന്നലെ വാല് കഴിഞ്ഞ് ഇവിടെ കേട്ടുപോയവരുണ്ടാകും, നൈമി ഉസ്താദിന്റെ വാല് കഴിഞ്ഞ് പോയവരുണ്ടാകും. നേരം വെളുത്ത് ഇന്ന് സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തായി ചെന്നവർ എത്ര പേര്? നമ്മുടെ ഈമാൻ എവിടെ? നമ്മൾ ഈ വാല് കേൾക്കുന്നത് എന്ത്? നമ്മൾ ആ സ്വരവും രാഗവും ഒക്കെ ഇങ്ങനെ കേട്ടിട്ട് രസിച്ച് അല്പനേരം എന്തെങ്കിലും ഒരു ലയമായിട്ട് കണ്ടെത്തുകയാണ് ഇന്ന് ആത്മീയ വാളുകളൊക്കെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും ഖബറിൽ സന്തോഷം കിട്ടാനാണ്. അതിലൂടെ രക്ഷയുള്ളൂ. മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതും അത് തന്നെയാണ്. ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടനായ വിജ്ഞാനം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ഇവിടെ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ഈ സ്റ്റേജിലിരിക്കുന്ന ആലിമീങ്ങൾ, ഇവരൊക്കെ ഈ വിജ്ഞാനം നുകരാൻ വേണ്ടിയും ഈ വെള്ള വസ്ത്രം ധരിച്ച് ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നതും എന്തിനു വേണ്ടിയാണ്? കളർ വസ്ത്രം ധരിക്കാൻ അറിവില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ കളർ വസ്ത്രം ധരിക്കാൻ അവർക്ക് സാമ്പത്തികമായ ശേഷിയില്ലാഞ്ഞിട്ടാണോ? വളരെ തുച്ഛമാകുന്ന ശമ്പളത്തിലൊക്കെ സേവനം ചെയ്യുന്നതായ വലിയ വലിയ ആലിമീങ്ങൾ, അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. എന്തിനു വേണ്ടിയാണ് അവർ? ഈ ദീനിനെ കാവൽ ഭടന്മാരാണ്, ഈ ദീനിനെ നിലനിർത്താൻ വേണ്ടിയാണ്. അവരിലേക്ക് നമ്മുടെ ഒരു മകനെയെങ്കിലും പറഞ്ഞുവിടാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരും സഹോദരങ്ങളും ഈ രാത്രിയിൽ തയ്യാറായാൽ ഈ വിനീതന്റെ പ്രസംഗം കൊണ്ട് വളരെ ഉത്തമമായ ഒരു ഉദാത്തമായ ജീവിത മാതൃക നമുക്കുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വിടപെട്ടു. പ്രവാചകന്റെ സ്വന്തം മകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു മക്കളൊക്കെ ചെറുപ്പത്തിലെ മറിച്ച് നമ്മളതാ നേരത്തെ പറഞ്ഞത്. ആ ഖാസിം എന്ന് പറയുന്ന മകന്റെയും ഇബ്രാഹിം എന്ന് പറഞ്ഞ മകന്റെയും സൈനബ എന്ന് പറയുന്ന മകളുടെയൊക്കെ ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അവരൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയവരാണ്. ആകെ നിന്നത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. മഹദി അവറുകൾ ഈ ലോകത്ത് നിന്ന് മുത്തുനബി വഫാത്തായതിനു ശേഷം ആദ്യമായി കുടുംബത്തിൽ നിന്ന് മരണപ്പെടുകയാണ്. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. അള്ളാന്റെ റസൂല് വിളിച്ചിട്ട് വഫാത്തിന് മുമ്പ് ഒരു കാതിൽ ഒരു വർത്തമാനവും മറുകാതിൽ മറ്റൊന്ന് പറഞ്ഞപ്പോ ഒന്ന് ചിരിക്കുകയും ഒന്ന് കരയുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുള്ളത്. അതിൽ ചിരിച്ചതിന്റെ പൊരുൾ ഇതാണ്: ആദ്യമായിട്ട് എന്റെ വഫാത്തിലേക്ക് വരുന്നത് നീയാണ് എന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. മഹദി അവர்கள் ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ആ ജനാസയുമായിട്ട് മഹാനായ അബൂദറുൽ ഗിഫാരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ 2-3 സ്വഹാബത്ത് ആ ജനാസ തോളിലേറ്റിക്കൊണ്ട് നേരെ പോവുകയാണ് ഖബറിന്റെ സമീപത്ത്. ഖബറിന്റെ സമീപത്തെത്തി അബൂദറുൽ ഗിഫാരി റഹ്മത്തുള്ളാഹി അലൈഹി ഖബറിന്റെ സമീപത്തിരുന്നിട്ട് ആ ഖബറിനോട് വല്ലാത്തൊരു ഒച്ചയിൽ ചോദിക്കുക, യാ ഖബറു അതദ്രി മനില്ലതി ജിനാ ബിഹാ ഇലൈക്, യാ ഖബറു അതദ്രി മനില്ലതി ജിനാ ബിഹാ ഇലൈക്. ഓ ഖബറേ, നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നതാരെന്നറിയുമോ? ഇതൊരു സാധാരണ വ്യക്തിയല്ല, ഇതൊരു സാധാരണ പെണ്ണല്ല, ഇതൊരു മഹദിയാണ്, ഇതൊരു മഹദിയാണ്. ഈ മഹദിയുടെ നാമമത്രേ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ശ്വാസമടക്കിക്കൊണ്ട് കേൾക്കേണ്ട ഒരു ചരിത്രമാണിത്. വളരെ പവിത്രമാകുന്ന രീതിയിൽ നമ്മളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ കുടുംബത്തിന്റെയും കുലമഹിമയുടെയും ഒക്കെ പേരിൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് കരുതുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമയുടെ ചരിത്രമെന്ന് അറിയണേ. ഫാത്തിമ ബീവിയെ ഖബറിന്റെ സമീപത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായി അബൂദറുൽ ഗിഫാരി റഹ്മത്തുള്ളാഹി അലൈഹി വജാറനാവുകയാ. യാ ഖബർ അതദ്രി മനില്ലതി ജിനാ ബിഹാ ഇലൈക്. ഓ ഖബറേ, നിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആരെന്നറിയുമോ? ഇതൊരു സാധാരണ മനുഷ്യനല്ല, സാധാരണ വ്യക്തിയല്ല. ഹാദിഹി ബിൻതു റസൂലില്ലാഹ്, ലോകത്തിന്റെ നായകനാകുന്ന അതേ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടിചുംബനം കൊടുക്കേണ്ട പ്രവാചക ബന്ധുവന്റെ പ്രവീമായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമയാ. വസൗജതു അലി, യുദ്ധത്തിന്റെ രണഭൂമികളിലെല്ലാം തന്നെ സിംഹക്കുട്ടിയായി നിലകൊള്ളുന്ന അലിയാരി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഫാത്തിമയുടെ ജനാസയാണ്, ജനാസയാ. ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, അല്ലാഹുവിന്റെ റസൂല് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും, സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും തോളത്ത് വന്നിരുന്നു കൊണ്ട് കളിക്കുക ചെയ്യുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവർ കളിച്ചു തീരുന്നത് വരെ സുജൂദിൽ തന്നെ കിടക്കുകയാണ്, സുജൂദിൽ തന്നെ കിടക്കുകയാ. മക്കളോടുള്ള വാത്സല്യം എങ്ങനെ വേണമെന്നുള്ള കാര്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാ. പേരക്കുട്ടികളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അല്ലാഹുവിന്റെ റസൂൽ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രവാചക ബന്ധുവന്റെ തോളത്ത് കയറിക്കൊണ്ട് കളിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ശല്യം ചെയ്തില്ല മക്കളെ, നമസ്കാരത്തിൽ തന്നെ സുജൂദിൽ തന്നെ കിടക്കുകയാ. അങ്ങനെ മക്കളോട് സ്നേഹം കാണിച്ചിരുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അതേ ഇബാദത്താകുന്ന നമസ്കാരത്തിൽ പോലും തന്നെ ശല്യപ്പെടുത്തുന്നതായ വ്യക്തികളായിട്ട് പോലും മക്കളോട് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ 2 മക്കളോടാണ്, ഈ 2 മക്കളോടാണ്. ആ മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മയാ, ഉമ്മയാ, ഉമ്മയാ. വഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണെന്ന് ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട മകളെ കുറിച്ച് പറഞ്ഞപ്പോ അബൂദറുൽ ഗിഫാരി തങ്ങളുണ്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സഹാബത്തെ കിറാം ഫാത്തിമത്തുൽ സഹ്റയുടെ ഖബറിന്റെ സമീപത്ത് അതാ തടിച്ചു കൂടിയിട്ടുണ്ട്. ജനാസ ഖബറിനകത്തെ ഇറക്കിയിട്ടില്ല, കട്ടിലിൽ വെച്ചിരിക്കുകയാണ് ജനാസ. ആ ജനാസ വെച്ചുകൊണ്ടോ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളാണിത്, അലിയാരി തങ്ങളുടെ ഭാര്യയാണിത്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ്. ഈ ഖബറിനെ നീ എന്ന് പ്രത്യേകം പരിഗണിക്കണം കേട്ടോ, ഈ മയ്യത്തിനെ നീ പ്രത്യേകം പരിഗണിക്കണം കേട്ടോ എന്ന് ഖബറിനോട് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഒരു വല്ലാത്തൊരു ശബ്ദം കേൾക്കുകയാണ്, ഒരു ഭീമാകാരമായ ശബ്ദം, ഒരു അട്ടഹാസം കേൾക്കുകയാണ്.
نسب ولا حسب ما أنا موضع حسب ولا نسب ഒരു കുടുംബ മഹിമയും ഒരു കുലമഹിമയും ഒരു കുലീനതയും ഒരു തറവാട്ട് മഹിമയും എന്നോട് പറയണ്ട, എന്നോട് പുലമ്പണ്ട. ഈ ഖബറിനകത്ത് ആർക്കെങ്കിലും സന്തോഷം കിട്ടണോ, ഈ ഖബറിനകത്ത് ആർക്കെങ്കിലും ആനന്ദം കിട്ടണോ, ജീവിതത്തിൽ സുഹൃതം ചെയ്യണേ, നന്മകൾ ചെയ്യണേ, സലാത്തുകൾ ചെല്ലണേ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ. ആ പ്രവാചക പുങ്കവന്റെ തിരുസുന്നത്തുകളെ അനുധാവനം ചെയ്ത് ജീവിക്കണേ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കണേ. നമസ്കാരം മുറപോലെ നിർവഹിക്കണേ. സകാത്ത് കൊടുത്തു വീട്ടണേ. പാവപ്പെട്ടവരെ കണ്ടില്ല എന്ന് വെക്കരുത്. അഗതികളെയും അനാഥകളെയും നിരാലംബർക്ക് അവലംബമാകാനും നിരാശ്രയർക്ക് ആശ്രയമാകാനും കഴിയാത്തൊരു വ്യക്തി ഈ ഖബറിലേക്ക് വരരുതേ, വരരുതേ. മാ അന മൗളിഉ ഹസബിൻ വലാ നസബ് ഇന്നമാ അന മൗളിഉ അമലി സാലിഹ്. സുഹൃതം ചെയ്തവരാണ് ഇവിടേക്ക് വരേണ്ടത്, നമസ്കരിച്ചവരാണ് വരേണ്ടത്, നോമ്പ് പിടിച്ചവരാണ് വരേണ്ടത്, സകാത്ത് കൊടുത്തവരാണ് വരുന്നത്. അതേ വഴിയാലും മുതലാലും കഴിവുള്ള, ശാരീരികമായ ശേഷിയുള്ള, സാമ്പത്തികമായ ശേഷിയുള്ളവർ ഹജ്ജ് ചെയ്തിട്ട് വേണമേ ഈ ഖബറിലേക്ക് വരാൻ. അല്ലാത്തവർക്ക് ഇവിടെ നൊമ്പരമാ, അല്ലാത്തവർക്ക് ഇവിടെ പ്രശ്നമാ. പ്രിയമുള്ള സഹോദര, കള്ളു കുടിക്കുമ്പോ നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ മോശമായ രീതിയിൽ ബ്രൗൺ ഷുഗർ എടുത്തു വെച്ചുകൊണ്ട് നിന്റെ ചുണ്ടിനടിയിലേക്ക് അതേ മറ്റാരും കാണാതെ നിന്റെ പ്രിയപ്പെട്ട കൂടെ കിടക്കുന്ന ഭാര്യ അറിയുമ്പോ ആ ഭാര്യ പോലും കാണാതെ ചുണ്ടിനടിയിലേക്ക് എടുത്തു വെച്ചിട്ട് അതേ പാൻപരാഗ് വെച്ചിട്ട് അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ വെച്ചിട്ട് ഹാൻസ് വെച്ചിട്ട് നടക്കുന്ന സഹോദര, നിന്റെ മരണം എങ്ങനെയാ, മരണം എങ്ങനെയാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലോ, മന്നാത മുദ്മിനൻ ബിൽ ഖംർ കഅബിദില്ലാത വൽ ഉസ്സാ. കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവൻ, ബ്രൗൺ ഷുഗറുമായി വെച്ചുകൊണ്ട് നടക്കുന്നവൻ, ഹാൻസ് വെച്ചുകൊണ്ട് നടക്കുന്നവൻ, ഹശീഷുമായി നടക്കുന്നവൻ, അത്തരത്തിലുള്ളതായ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് നടക്കുന്നവൻ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, ആരെങ്കിലും അത്തരത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ രാവിലെ, ഈ വാതിന്റെ പരിസമാപ്തിയിൽ, ഈ പരിശുദ്ധമാകുന്ന ദിനത്തിൽ, ഈ ദിനങ്ങളിൽ സലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച് ഒന്ന് തൗബ ചെയ്തു മോനെ, തൗബ ചെയ്യും മോനെ. ഈ ഖബറിന്റെ